വഖഫിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കൊട്ടിഘോഷിച്ച ഒരു വിധിയുണ്ട് കേരള ഹൈക്കോടതിയുടെ ഇപ്പോൾ വന്നത്. അതായത് ഈ വഖഫിലെ ഒരു ഒരു വഖഫ് സ്വത്ത് അന്യായമായിട്ട് കൈവശം വെച്ചാൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് അതിനകത്ത്. അപ്പോൾ അതിന് മുൻകാല പ്രാബല്യമില്ല എന്ന് കോടതി കണ്ടു. ഇതിലെന്താ ഇത്ര അതിശയമുള്ളത്? എനിക്ക് അറിഞ്ഞൂടാ എന്താ പ്രത്യേകത എന്ന്. ഒരൊറ്റ ക്രിമിനലായിരിക്കും, അതായത് ക്രിമിനൽ നിയമങ്ങൾക്കൊന്നും തന്നെ മുൻകാല പ്രാബല്യമില്ല. ഇന്ന് ക്രൈം, അത് നമ്മുടെ ഭരണഘടനയിൽ നിന്നും കാണാവുന്നതാണ്, നിയമങ്ങളിൽ നിന്നും കാണാവുന്നതാണ്. ഇന്ന് ക്രൈമായിട്ടുള്ള ഒരു കാര്യം ആണെങ്കിൽ മാത്രമേ അത് ക്രൈം ആവുള്ളൂ. അല്ലെങ്കിൽ അതായത് നേരത്തെ, അതായത് ഇത്രാം തീയതി അയാൾ പോയി അവിടെ കയറി, അന്നത് ക്രിമിനൽ കുറ്റമാണ് ആണെങ്കിൽ മാത്രമേ അതാവുള്ളൂ. ഇതിന് മുൻകാല പ്രാബല്യം ഇല്ല എന്ന് പറഞ്ഞാൽ റെട്രോസ്പെക്റ്റീവ് ഓപ്പറേഷൻ ഒരൊറ്റ ക്രിമിനൽ നിയമങ്ങൾക്കും ഇല്ല. അതുകൊണ്ട് ഞാനത് ഈ വലിയ പ്രത്യേകതകളൊന്നും കാണുന്നില്ല. പിന്നെ ഇന്ന് നമ്മുടെ ഈ ഡോക്ടർ അൻവർ മുഹമ്മദ് കരുനാഗപ്പള്ളി എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ രസകരമായ ഒരു സംഭവമുണ്ട്. ഏതാണ്ട് വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തു. വഖഫ് ബോർഡിന് അധികം അവകാശം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വഖഫ് ബോർഡിന് അതിനുള്ള അധികാരം ഉള്ളതായിട്ട് ഞാൻ കാണുന്നു. വഖഫ് ബോർഡിന് നോട്ടീസ് കൊടുക്കാം, പക്ഷേ ഇതിനകത്ത് വഖഫ് അല്ല എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അതുകൊണ്ട് വഖഫ് ബോർഡിന് അധികാരമില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ പക്ഷേ കോടതി വിധികളുണ്ട് നേരത്തെ ഉള്ള, ആ വിധിയൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് വേറെ കാര്യം. ആ വിധിയുടെ ബാക്കി അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിനകത്തൊരു 12 പേരിലൊരു 10 പേരുടെ വിവരം അദ്ദേഹം പുറത്തു വിട്ടു. ഈ 10 പേരും ഈ എറണാകുളത്തും എടപ്പള്ളിയിലും ഒക്കെയുള്ള ആളുകളാണ്, മുനമ്പങ്കാരല്ല. മാത്രമല്ല അതിലാരും തന്നെ മത്സ്യത്തൊഴിലാളികളുമല്ല. അത് ഒരു രസകരമായ കാര്യമാണ്. നമ്മളന്നേരം ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ എന്ന് നമ്മൾ പറയുമല്ലോ, ഇവർ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളല്ല. അൻവർ മുഹമ്മദ് പറഞ്ഞത് ഇവർക്ക് മത്സ്യമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അവർ മത്സ്യം കഴിക്കുന്നവരായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് മത്സ്യം പാചകം ചെയ്ത് അവർ കഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ മത്സ്യം വാങ്ങി കഴിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കും. അല്ലാതെ ഇവരാരും മത്സ്യത്തൊഴിലാളികളല്ല എന്ന് പറഞ്ഞ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം കാണാനിടയായി. ശരിയായൊരു വിശകലനമായിട്ട് തോന്നുന്നു അത് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ അത് ആ നോട്ടീസിന് വലിയ പ്രാബല്യമില്ലെങ്കിൽ പോലും, നിയമപ്രാബല്യമില്ല എന്ന് ഞാൻ കരുതുന്നു, അത് ഇല്ലെങ്കിൽ പോലും ഇത് ഒരു വളരെ തമാശയുള്ളൊരു കാര്യമാണ്. കാരണം ഈ മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ എന്നുള്ള രീതിയിൽ പുറത്തുനിന്നുള്ള ഒരുപാട് ആളുകൾ അവിടെ ചെന്ന് കയറുന്നുണ്ട്. അവരാരും മത്സ്യത്തൊഴിലാളികളല്ല. ഒരുപാട് റിസോർട്ടുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്, അതൊക്കെ മത്സ്യത്തൊഴിലാളികളുടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവം അതിനകത്ത് കാണാനിടയായിട്ടുണ്ട്. അത് ഞാനൊരു രസകരമായ സംഗതി ആയതുകൊണ്ട് പുറത്ത് വന്നതുകൊണ്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ.